ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. പാട്ടെന്ന് പറഞ്ഞാൽ ജന്മനാ കിട്ടിയൊരു കഴിവാണ്. ഗുരുവായൂരന്മാരുടെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയൊരു കഴിവാണ്. അല്ലാതെ ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പാടും. അങ്ങനെ ഇതുപോലെ ചെറിയ വേദികളൊക്കെ അന്ന് വീട്ടുകാരുടെ ഇടയിലുണ്ടെങ്കിൽ അച്ഛനോ പാടാൻ പറയും. അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. അച്ഛങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ പിന്നെ ഇത് എനിക്കൊരു താല്പര്യമായി. അല്ലാതെ സംഗീതമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. പണീൻ്റെ ഇടയിലാണ് എനിക്ക് കൂടുതലും പാടാൻ താല്പര്യം. കാരണം പണി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ പണിയിലൊരു കൂടുതൽ ഇൻട്രസ്റ്റും കിട്ടും. അതിൻ്റെ കൂടെ നമുക്കൊരു പ്രാക്ടീസുമായി. എൻ്റെ പാട്ടിൻ്റെ താളവും തബലയും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ പണി സമയത്ത് വരുന്ന ഈ ശബ്ദം തന്നെയാണ്. ചിലപ്പോൾ ഞാൻ പാടുന്ന പാട്ടിന് ഞാൻ മേടുന്ന ആ മുട്ടി കൊണ്ട് തന്നെയായിരിക്കും ഞാൻ താളം പിടിക്കുക. അതുതന്നെയായിരിക്കും ആ പാട്ടിൻ്റെ താളം. അപ്പോൾ പാട്ട് തന്നെയാണ് എൻ്റെ പ്രധാനം. എനിക്ക് എൻ്റെ ജീവനാടി എന്ന് പറഞ്ഞത് പാട്ട് തന്നെയാണ്. പ്രമദവനം വീണ്ടും ദധരാഗം ചൂടി ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ മരിക്കണ വരെ പാട്ടിൻ്റെ കൂടെ ഉണ്ടാവും. പാട്ട് തന്നെയാണ് എൻ്റെ ജീവിതം. അത് തന്നെയാണ് എൻ്റെ സന്തോഷം. പിന്നെ ഇത്രയ്ക്ക് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് വേദികളിൽ, വലിയ വലിയ വേദികളിലൊന്നും ഞാൻ പാടിയിട്ടില്ല. ചെറിയ ചെറിയ വേദികളിലൊക്കെ പാടിയിട്ടുള്ളൂ. നല്ലൊരു വേദിയിൽ നല്ലൊരു ആൾക്കാരെ കീഴിൽ പാടാനൊരു ആഗ്രഹം എനിക്ക് നല്ലോണം ഉണ്ട്. ഒരുപാടുണ്ട്. അത് മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ്. ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിക്കുന്നൊരു വിശ്വാസത്തിൽ ഞാനിപ്പോഴും എൻ്റെ പാട്ടുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. അനുരാഗി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. സുരേഷിൻ്റെ ഈണത്തിനൊപ്പം താളമായി മുട്ടിയും ഉളിയുമെല്ലാമാണുള്ളത്. ജീവൻ്റെ തന്നെ ഈണമാണ്. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.